السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم افتح لي فتوح العارفين بحكمتك وانشر علي رحمتك وذكرني ما نسيت وعلمني ما جهلت يا ذا الجلال والإكرام. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റസാക്കശി എന്നുള്ള പാഠത്തിലെ 2 പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു, അർത്ഥം വെച്ച് കഴിഞ്ഞല്ലേ. ഇനി അതൊന്നുകൂടി വായിച്ചു നോക്കാം. रस्साकशी एक थी बिल्ली, इसके 2 बच्चे थे। एक का नाम सोनी और दूसरे का टोनी था। एक दिन दोनों आंगन में खेल रहे थे। वहाँ उन्हें एक अलगनी पड़ी मिल गई। इस पर उनकी माँ कपड़े सुखाया करती थी। फिर क्या था? दोनों ने रस्सी के एक एक सिरे को पकड़ा और रस्साकशी का खेल शुरू कर दिया. സംഗതിയൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അർത്ഥം വെക്കുന്ന രീതിയൊക്കെ. ഏകത്തി ബില്ലി, ഒരു പൂച്ചയുണ്ടായിരുന്നു. ഉസ്കെ 2 ബച്ചേ थे, ആ പൂച്ചയുടെ 2 മക്കളുണ്ടായിരുന്നു. എനിക്ക് ഏക നാം സോണി, ഒന്നിൻ്റെ പേര് സോണി, അവർ ദൂസരേക്ക ടോണി, മറ്റേതിൻ്റെ ടോണി താ ആയിരുന്നു. एक दिन ഒരു ദിവസം ദോനോ 2 പേരും ആംഗൺമേ മുറ്റത്ത് ഖേൽ രഹേ थे, കളിക്കുകയായിരുന്നു. വഹാ അവിടെ അവർ ഏക് അലഗിനി പടി മിൽ ഗയി, ഒരു വീണ അയല് അവർക്ക് ലഭിച്ചു. ഇസ് പർ ഉൻകി മാ കപ്പടെ സുഖായ കർത്തി തി, ഇസ് പർ അതിന് മുകളിൽ, ഉൻകി മാ അവരുടെ മാതാവ്, കപ്പടെ സുഖായ കർത്തി തി വസ്ത്രങ്ങൾ ഉണക്കുമായിരുന്നു. ഫിർ ഖ്യാത്ത പിന്നെന്തുണ്ടായി? ദോനോനെ റസ്സിക്ക് ഏക്ക് സിറയേക്കോ, 2 പേരും കയറിൻ്റെ ഓരോ അറ്റം, സിറയേക്കോ പക്കട പിടിച്ചു. ആ റസ്സാകശിക്ക ഖേൽ ശുറൂ കർദിയ, പടംവലി മത്സരം അവർ തുടങ്ങി. सोनी और टोनी की माँ ने दोनों को अलगनी से खेलते हुए देखा तो जल्दी से उनके पास गई. वो चाहती थी कि दोनों की बिटाई करे. अचानक उसके दिल में कोई ख्याल आया और वो मुस्कुराकर बोली, बस यूं ही मजबूती से रस्सी को थामे रखो. सोनी और टोनी की माँ ने, സോണിയുടെയും ടോണിയുടെയും മാതാവ്, ദോനോക്കോ അലഗനീസെ കേൽത്തേ ഹുയെ, 2 പേരെയും അലഗനീസെ ഈ അയലു കൊണ്ട് കേൽത്തേ ഹുയെ കളിക്കുന്നതായിട്ട് കണ്ടു. തോ അപ്പോൾ ജൽദീസെ പെട്ടെന്ന് തന്നെ, ഉൻകെ പാസ് ഗയി അവരുടെ അടുത്ത് പോയി. ഓ ചാഹ്തി തി അവൾ ആഗ്രഹിച്ചിരുന്നു, കെ എന്തെന്നാൽ, ദോനോക്ക് മിഠായി കര, 2 പേരെയും അടിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അച്ചാനക് പെട്ടെന്ന്, ഉസ്കെ ദിൽ മേ കോയി ഖയാലായ അവളുടെ മനസ്സിൽ എന്തോ ഒരു ചിന്ത വന്നു, എന്തോ ഒരു ഐഡിയ വന്നു. അവർ ഓ മുസ്കുറാക്കർ ബോലി, എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ബസ് യൂഹി മസ്ബൂത്തി, വെറുതെ മസ്ബൂത്തീസെ ടൈറ്റായിട്ട് റസ്സിക്കോ കയറിനെ താമരക്കോ, തുടർച്ചയായിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നോളൂ എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. सोनी और टोनी हैरान थे कि देखे अब माँ क्या करती है. सोनी और टोनी हैरान थे कि देखे अब माँ क्या करती है. माँ जल्दी से धुले हुए सब कपड़े उठा लाई. माँ जल्दी से धुले हुए सब कपड़े उठा लाई और एक एक करके अलगनी पर लटकाने लगी. फिर हंसकर बोली, अब तुम दोनों रस्सी को अपनी अपनी तरफ खींचो. जब तक कपड़े सूख न जाए. हाँ, याद रखना, अपनी जगह से हिलना मत. उन्होंने वाइका, सोनी और टोनी हैरान थे कि देखे अब माँ क्या करती है. माँ जल्दी से धुले हुए सब कपड़े उठा लाई और एक एक करके अलगनी पर लटकाने लगी. फिर हंसकर
ഹൻസിന എന്ന് എഴുതും, പക്ഷെ ഹസ്ന എന്ന് വായിക്കട്ടോ, ആ നൂന് ഉച്ചരിക്കുകയില്ല. फिर हंसकर बोली, अब तुम दोनों रस्सी को अपनी अपनी तरफ खींचो जब तक कपड़े सूख न जाए. हाँ याद रखना, अपनी अपनी जगह से हिलना मत. सोनी और टोनी चिल्लाकर बोले, मगर उम्मी इसमें तो बहुत देर लगेगी. माँ ने कहा, हाँ इसलिए तो मैंने तुम लोगों के लिए ये सज़ा सोची है ताकि तुम दोनों इतनी देर तक कोई नई शरारत न कर सको. सोनी और टोनी चिल्लाकर बोले, मगर अम्मी इसमें तो बहुत देर लगेगी. माँ ने कहा, हाँ इसलिए तो मैंने तुम लोगों के लिए ये सज़ा सोची है ताकि तुम दोनों इतनी देर तक कोई नई शरारत न कर सको. അർത്ഥങ്ങൾ എഴുതാം. താമിന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. താമിന എന്നാണ് പിടിക്കുക. താമേ രഖിന എന്ന് പറഞ്ഞാൽ തുടർച്ചയായി പിടിക്കുക. ഹൈറാൻ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടവൻ. ഹൈറാൻ. അബ് ഇപ്പോൾ എന്നതിന് അബ് എന്ന് പറയാം. അബ്. ദോന എന്ന് പറഞ്ഞാൽ അലക്കുക. ദുലാന എന്ന് പറഞ്ഞാൽ അലക്കിപ്പിക്കുക. വേറെ ആളെ കൊണ്ട് ചെയ്യുന്നതിനാണ് ദുലാന എന്ന് പറയുക. ദോന എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യുന്നതിനാണ്. ഉട്ടാന എന്ന് പറഞ്ഞാൽ എടുക്കുക. ലാന കൊണ്ടുവരിക. ലഡ്ക്കാന എന്നാണ് തൂക്കിയിടുക. ലഗിന എന്നാണ് തുടങ്ങുക. ഹസ്ന എന്ന് എഴുതും, ഹസ്ന എന്ന് വായിക്കുള്ളൂ, അനുച്ഛരിക്കുകയില്ല. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നതിന് ഹസ്ന എന്ന് പറയും. തൊറഫ് എന്ന് പറഞ്ഞാൽ ഭാഗം. ഖീഞ്ചിന കാഫ് കഴിഞ്ഞിട്ട് ഹാ ഉണ്ട്. ഖീഞ്ചിന വലിക്കുക. യാദ് രഖിന ഓർക്കുക. ജഗ സ്ഥലം. ഹിൽന എന്ന് പറഞ്ഞാൽ ആടുക. ഹിൽന മച്ച് എന്ന് പറഞ്ഞാൽ നഹി എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാനാണ് മത്ത് ഉപയോഗിക്കുക. അപ്പം ആടരുത്. ഹിൽന മച്ച് ആടരുത്. മഗർ എന്ന് പറഞ്ഞാൽ എങ്കിലും. സസ എന്ന് പറഞ്ഞാൽ ശിക്ഷ. സോച്ചന ചിന്തിക്കുക. താക്കെ എന്ന് പറയും, എന്തുകൊണ്ടെന്നാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. താക്കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ. ഇത്രയും സമയം. നയൻ്റെ മുന്നസാണ് നഇ എന്നുള്ളത്. പുതിയ എന്നർത്ഥം. നയ എന്ന് പറഞ്ഞാൽ പുതിയ, അതിന് മുന്നസാണ് നഇ. ഷറാറത്ത് എന്ന് പറഞ്ഞാൽ വികൃതി അല്ലെങ്കിൽ കച്ചറ എന്ന് പറയില്ല. വികൃതി എന്നുള്ള രീതിയിലുള്ള അർത്ഥത്തിലുള്ള കച്ചറ എന്ന് പറയില്ല. കച്ചറ കളിച്ച. സക്കിന എന്ന് പറഞ്ഞാൽ സാധിക്കുക. സക്കിന എന്ന് പറഞ്ഞാൽ സാധിക്കുക. അർത്ഥം വെച്ച് നോക്കാം. എല്ലാ അർത്ഥങ്ങളും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. അതിന് ശേഷമാണ് നിങ്ങൾ ഈ അർത്ഥം പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. സോണി और ടോണി ഹൈറാൻ थे. സോണിയും ടോണിയും ഹൈറാൻ थे അത്ഭുതപ്പെട്ടിരുന്നു. എന്തെന്നാൽ ദേഖേ അവർ നോക്കി. അബ് മാ ക്യാ കർത്തി ഹെ, ഇപ്പോൾ മാതാവ് എന്താണ് ചെയ്യുന്നത്, മാതാവ് എന്താ ചെയ്യുന്നു എന്നുള്ളത് കണ്ടിട്ട് ഇവർ അത്ഭുതപ്പെട്ടു. മാ ജൽദി സെ ദുലേ ഹുയെ സബ് കപ്പടെ ഉഠാലായി. മാതാവ് ജൽദി സെ പെട്ടെന്ന് ദുലേ ഹുയെ മുമ്പേ അലക്കി വെച്ചിട്ടുള്ള ദുലാന എന്ന് പറഞ്ഞാൽ അലക്കിപ്പിക്കുക എന്നാണ്. അങ്ങനെ ഫ്രഷായി വെച്ചിട്ടുള്ള സബ് കപ്പടെ എല്ലാ വസ്ത്രവും ഉട്ടാലായി എടുത്തിട്ട് കൊണ്ടുവന്നു. ഉട്ടാന എന്ന് പറഞ്ഞാൽ എടുക്കുക, ലാന എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. അപ്പോൾ ഉട്ടാലായി എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് കൊണ്ടുവന്നു. അവർ ഏക്ക് കർക്കെ ഓരോന്നായിട്ട്
ഏക്ക് ഏക്ക് കറക്കെ ഓരോന്നോരോന്നായിട്ട് അലഗിനി പർ ലടുക്കാനേ ലഗി, അലഗിനി പർ അയലുമ്മൽ, അയലിൽ ലടുക്കാനേ ലഗി തൂക്കിയിടാൻ തുടങ്ങി. ലടുക്കാന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക, ലഗിന എന്ന് പറഞ്ഞാൽ തുടങ്ങി. അപ്പോൾ ലടുക്കാനേ ലഗി തൂക്കിയിടാൻ തുടങ്ങി. പിന്നീട് ഹസ്കർ ബോലി, ഹസ്കർ ചിരിച്ചിട്ട് ബോലി പറഞ്ഞു. എന്താ പറഞ്ഞത്? അബ് തും ദോനോ റസ്സിക്കോ അപ്പിനി അപ്പിനി തൊറഫ് കീഞ്ചോ. അബ് ഇപ്പോൾ, തും ദോനോ നിങ്ങൾ രണ്ടു പേരും, റസ്സിക്കോ കയറിന്, അപ്പിനി അപ്പിനി തൊറഫ് തൻ്റെ ഭാഗത്തേക്ക്, കീഞ്ചോ വലിക്കൂ. അപ്പോൾ രണ്ടാളും ചെയ്യണം, അവനാൻ്റെ ഭാഗത്തേക്ക് കയറ് നന്നായി വലിക്കുക. തും ദോനോ നിങ്ങൾ രണ്ടുപേരും, റസ്സിക്കോ കയറിന്, അപ്പിനി അപ്പിനി തൊറഫ് തൻ്റെ ഭാഗത്തേക്ക്, കീഞ്ചോ വലിക്കൂ. ജബ് തക്ക് ഏതുവരെയാണ് വലിക്കേണ്ടത്? കപ്പടെ സൂക്ന ജായെ, കപ്പടെ സൂക്ന ജായെ വസ്ത്രം ഉണങ്ങുന്നില്ല ആ സമയം മുഴുവൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കയറിനെ വലിച്ച് രണ്ട് ഭാഗത്തേക്കും വലിച്ച് ഇങ്ങനെ നിൽക്കണം. ജബ് തക്ക് ഏതുവരെയാണ്? കപ്പടെ സൂക്ന ജായെ വസ്ത്രം, സൂക്ക് ജാന എന്ന് പറഞ്ഞാൽ ഉണങ്ങുക, സൂക്ന ജായ ഉണങ്ങിയില്ല അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്യണം? അത്രയും സമയം കയറിനെ വലിച്ച് പിടിച്ച് നിൽക്കണം. പിന്നെ ഹാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ സാധാരണ പറയുമല്ലോ മലയാളത്തിലൊക്കെ, യാദ് രഖ്ന ഓർക്കുക, അപ്പിനി അപ്പിനി ജഗാസെ ഹിൽനാമത്ത്, അപ്പിനി അപ്പിനി ജഗാസെ തൻ്റെ സ്ഥലത്ത് നിന്ന്, അപ്പിനി അപ്പിനി തൻ്റെ ജഗാസെ സ്ഥലത്ത് നിന്ന്, ഹിൽനാമത്ത് അവിടുന്ന് ആടാൻ പാടില്ല, നീ അവിടുന്ന് മാറാൻ പാടില്ല എന്നൊക്കെ പറയാം. ഹിൽന എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആടുക എന്നാണ് അർത്ഥം വെച്ചത്. അപ്പോൾ ഇൽനാമത്ത് എന്ന് പറഞ്ഞാൽ ആടരുത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറാൻ പാടില്ല. ഒക്കെ സംഗതി മനസ്സിലായല്ലോ. അപ്പോൾ ആ കയറ് വലിച്ചു പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ കയറുമ്മേൽ തോരടാൻ തുടങ്ങി. തോരടുക എന്ന് പറയില്ലേ? തോരടുക എന്ന് പറഞ്ഞാൽ അറിയോ? ചിക്കിടുക എന്നൊക്കെ പറയും ചില നാട്ടിൽ. അതായത് വസ്ത്രങ്ങളൊക്കെ തൂക്കിയിടാൻ തുടങ്ങി. എന്നിട്ടോ സോണി और ടോണി ചില്ലാക്കർ പോലെ, സോണി और ടോണി ചില്ലാക്കർ പോലെ. അപ്പോൾ സോണിയും ടോണിയും ചിരിച്ചിട്ട് ചില്ലാക്കർ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട്, ചില്ലാനെന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കാന്നല്ല, ചില്ലാക്കർ ബോലി ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പറഞ്ഞു, മഗർ എങ്കിലും അമ്മി ഇസ്മേ തോ ബഹുത് ദേർ ലഗേഗി, ഇസ്മേ തോ ഇതിൽ, ഇസ്മേ തോ ബഹുത് ദേർ ധാരാളം സമയം, ലഗേഗി എടുക്കും, അപ്പോൾ ഇതിന് ഒരുപാട് സമയം എടുക്കുമല്ലോ അമ്മേ എന്ന് അവർ ഒരു പരാതി പറഞ്ഞു. മാനെ കഹ, അപ്പം മാതാവ് പറഞ്ഞു എന്ത്? ഇസ്ലിയെ തോ മൈനെ തും ലോഗോं के लिए ये सज़ा सोची है, इसलिए ഇതിനു വേണ്ടി, തോ ഇതിനു വേണ്ടിയാണ്, മൈനെ ഞാൻ, തും ലോഗോं के लिए നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ജനങ്ങൾ, ലോകം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടാളേ ഉള്ളൂ, എന്നാലും ലോകം ഉപയോഗിച്ചതാണ്. തും ലോഗോं के लिए, തും ലോഗ് എന്ന് പറയും, തും ലോഗ് നിങ്ങൾ എന്നതിന് തും ലോഗ് എന്ന് ഉപയോഗിക്കാറുണ്ട്. തും ലോഗോं के लिए നിങ്ങൾ രണ്ടുപേർക്കും, നിങ്ങൾക്ക് വേണ്ടി, ഇസ്ലിയെ ഇതുകൊണ്ടാണ്, ഇതിനു വേണ്ടിയാണ്, മൈനെ ഞാൻ, തും ലോഗോं के लिए നിങ്ങൾക്ക് വേണ്ടി, ഏ സജാ സോച്ചി ഹെ ഈ ശിക്ഷ ചിന്തിച്ചു. സജാന ശിക്ഷ എന്നാണ്. ഏ സജ ഈ ശിക്ഷ, എന്ന് പറഞ്ഞാൽ ഇത് ഈ എന്ന് പറയുകയാണ് ഏ എന്ന് ഉപയോഗിക്കുക. ഈ സജ ഈ ശിക്ഷ, സൗച്ചി ഹെ ചിന്തിച്ചിട്ടുണ്ട്, താക്കെ എന്തുകൊണ്ടെന്നാൽ, ഈ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ശിക്ഷ ഞാൻ ചിന്തിച്ചത്. എന്തിനാണ്? എന്തുകൊണ്ടെന്നാൽ, തും ലോഗ് ദോനോ നിങ്ങൾ രണ്ടുപേരും, ഇത്തിനീ ദേർ തക് ഇത്രയും സമയം വരെ, തക്ക് എന്ന് പറഞ്ഞാൽ വരെ എന്നർത്ഥം, ഇത്തിനീ ദേർ ഇത്രയും സമയം, തക്ക് ഇത്രയും സമയം വരെ, കോയി നയി ഷറാറത്ത് ന കർ സഖോ തും ദോനോ നിങ്ങൾ രണ്ടുപേരും, ഇത്തിനീ ദേർ തക്ക് ഇത്രയും സമയം വരെ, കോയി നയി ഒരു പുതിയ, ഷറാറത്ത് ഒരു പുതിയ വികൃതിയും, ന കർ സഖോ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ശിക്ഷ കൊടുത്തത്? അത്രയും സമയം എന്താ വേറെ കച്ചറൊന്നും ചെയ്യൂലല്ലോ, അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നോട്ടെ എന്നാണ് എന്തായത് ഈ പൂച്ച ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത്. അപ്പോൾ ഇസ്ലിയെ തോ മൈനെ തും ലോഗോं के लिए ये सज़ा सोची, ഇസ്ലിയെ ഇതിനു വേണ്ടിയാണ്,
തും മൈനെ ഞാൻ തും ലോകോം കെ ലിയെ നിങ്ങൾക്ക് വേണ്ടി ഏ സദാ സോച്ചി ഹേ ഈ ശിക്ഷ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് താക്കെ എന്തുകൊണ്ടെന്നാൽ തും ദോനോ നിങ്ങൾ രണ്ടുപേരും ഇത്തിനീ ദേർത്തേക്ക് ഇത്രയും സമയം വരെ കോയിനെ ഈ ഷറാറത്ത് നസ്കർ സഖോ ഒരു പുതിയ വികൃതി ചെയ്യാൻ സാധിക്കുകയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ചിന്തിച്ചത് എന്ന് മാതാവ് പറഞ്ഞു. ഇതാണ് നമ്മുടെ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഏതായാലും ഈ ഓരോ വേർഡും ഓരോ സെൻറ്റൻസും എങ്ങനെയാണ് അർത്ഥം വെക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. വാക്കർത്ഥങ്ങളൊക്കെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നന്നായി പഠിച്ചതിന് ശേഷം ഈ പാഠം മൊത്തം അർത്ഥം വെക്കുന്ന ഒരു വോയിസ് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. ഇൻഷാ അല്ലാഹ് അത്രയുമാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.